ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി ഫസ്റ്റ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അങ്ങനെ നമ്മുടെ അലീന നല്ല പനിയൊക്കെ ആയിട്ട് ഭയങ്കര രോഗിയെ പോലെ വീട്ടിലങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അലീന ആ ഇരിപ്പ് കുറച്ചും കൂടെ നീട്ടി അങ്ങോട്ട് കിട്ടിയാലോ എന്ന് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, തൻ്റെ അനുജൻ്റെയും തൻ്റെ രണ്ട് അനിയത്തിമാരുടെയും ശുശ്രൂഷ കാരണം അലീന സ്നേഹം കൊണ്ട് അവരങ്ങ് മൂടേണ് അലീനെ, അല്ലേ? അപ്പം നമ്മുടെ ബബിതയാണെങ്കിൽ ഒട്ടും മോശമല്ല കേട്ടോ. ബബിത പുറമേ ഒട്ടുമേ സമ്മതിക്കില്ല അലീനയെ താൻ ശരിക്കും സ്നേഹിക്കുകയാണെന്നുള്ളത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അലീനയോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് കേട്ടോ. ഒരു ചേച്ചിയാണോ അതോ ഏത് രീതിയാണെന്നറിയില്ല, ഒരു വല്ലാത്ത സ്നേഹപ്രകടനമാണ് ബബിതയുടെ സ്നേഹം. അപ്പോൾ അതൊക്കെ അലീന ശരിക്കും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനയ്ക്ക് ചായയും കാപ്പിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ഈ ബബിതയുടെ ആ സ്നേഹം കണ്ടിട്ട് കവിളത്തൊരു പിച്ച് കൊടുക്കണം കേട്ടോ, എന്നിട്ടൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന നമ്മുടെ ബബിത അലീനയോട് പറയുന്നുണ്ട്, അതെ എന്നെ അങ്ങനെ ഉമ്മയൊന്നും വെക്കണ്ട, എനിക്കങ്ങനെ ഉമ്മയൊന്നും വെക്കണം അത്ര ഇഷ്ടമൊന്നുമല്ല. ആരും പറഞ്ഞ് ഇഷ്ടമല്ല നിനക്ക് എന്നെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ അലീന. അപ്പോൾ പറയുമ്പോൾ ആര് പറഞ്ഞ് ഇഷ്ടമല്ലെന്ന്, തനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ നോക്കണു, അത്രേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. അപ്പോൾ എന്നെ അലീന ചേച്ചി എന്നൊക്കെ അങ്ങോട്ട് സ്നേഹത്തോടെ വിളിക്കണതോ, അത് പിന്നെ അച്ഛൻ വഴക്കുറയില്ലെങ്കിൽ അതുകൊണ്ടാണ് ബബിത പറയേണ്ടിട്ടും. അതൊന്നുമല്ല, എനിക്കറിയാം നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് ഒരുപാട് സ്നേഹമാണെന്ന് എന്നുള്ളതൊക്കെ അലീനയ്ക്ക് മനസ്സിലാവേണം. പക്ഷെ അതൊന്നും ബബിത സമ്മതിച്ചു കൊടുക്കില്ല കേട്ടോ. അപ്പം നമ്മൾ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഈ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇതോടൊപ്പം പുതുതായിട്ട് വരുന്നവരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കണം കേട്ടോ, എന്നാലേ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കൈകളിൽ എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബബിത അലീനെ പഠിക്കുകയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ക്ലിയറായിട്ട് എല്ലാം അടിപൊളിയായിട്ട് ബബിത ഓരോന്ന് അറിഞ്ഞ് അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അലീന കാണുന്നുണ്ട്, അതുപോലെ തന്നെ കൃഷ്ണമോളും കാണുന്നുണ്ട്. കാരണം ബബിതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ബബിതയുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അല്ലേ? ആ ബബിത ഇത്രയും മാറ്റം ബബിതയുടെ സ്വഭാവത്തിൽ എങ്ങനെ വന്നു എന്നുള്ളത് വലിയൊരു മിറാക്കിൾ പോലെ തന്നെയാണ് കേട്ടോ. അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ആഹാരം ഉണ്ടാക്കണോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ, ലഞ്ച് ഉണ്ടാക്കണോ ഒക്കെ, പിന്നെ വീട് ക്ലീൻ ചെയ്യണോ, എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ ബബിത ചെയ്യാണ് കേട്ടോ. അതിനോടൊപ്പം നമ്മളെ കൃഷ്ണമോളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വേണം കേട്ടോ, രാവിലെ 6 മണിയായപ്പോൾ തന്നെ നമ്മുടെ ബബിത ഒരു ചൂലൊക്കെ ആയിട്ട് എഴുന്നേൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ 6 മണി എന്ന് പറയുന്ന ബബിതയുടെ നിഘണ്ടൂല് പോലും ഇല്ലാത്തൊരു സമയമാണ് അത്. ആ സമയം അല്ലെങ്കിൽ ആ സമയത്ത് എന്താണ് സൂര്യൻ ഉദിച്ചോ എന്നുകൂടി അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. കാരണം നന്നായിട്ട് നേരം വെളുത്ത ശേഷമേ നമ്മുടെ ബബിത എണീക്കാറുള്ളൂ. ആ ബബിതയാണ് 6 മണിക്ക് ഒരു ചൂലുമായിട്ട് ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് പോവുകയാണ്. കാരണം ഒരുപാട് കരിയിലേക്ക് ചാടി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ബബിത പോവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ അലീനയുടെ മറ്റേ ഡോക്ടറുടെ ഒരു ഡോഗ് ഉള്ളതറിയാലോ, ആ പട്ടി അവിടെ നിൽക്കണം. അലീനയെ കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ ബബിത ചെന്ന് ചോദിക്കുന്നുണ്ട്, അതേ നിൻ്റെ അലീന ചേച്ചിയല്ല, ഞാനാ ഇന്ന് ഇവിടെ തൂക്കാനൊക്കെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടുത്ത് കുറച്ച് കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് ആ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് ഒന്ന് മറിച്ചൊക്കെ നോക്കിയിട്ട് അവിടെയൊക്കെ നന്നായിട്ട് അടിച്ച് വരി ക്ലീൻ ചെയ്യണ്. അപ്പോൾ കൃഷ്ണമോൾ ഓടി വന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് കണക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ പൊന്നി, ഇതെന്താ ഈ കാണണേ, ഇതെന്താ എൻ്റെ കണ്ണിൽ ഈ കാണണേ, ഇത് അലീന ചേച്ചിക്ക് പഠിക്കണയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ബബിത ചോദിച്ചു, അതെ അലീന ചേച്ചിക്ക് പഠിക്കണോ, ഇവിടെ വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഇട്ടേക്കണമെന്നാണോ നീ പറയണത്? അതെ കൃഷ്ണമോളെ, നീ നിൻ്റെ കാര്യം നോക്കിയേ, വീടിപ്പോൾ വൃത്തിയാക്കിയതാണോ നിൻ്റെ കുറ്റമെന്ന് ചോദിച്ചു. അയ്യോ എൻ്റെ പൊന്നെ, അതൊന്നുമല്ല, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ല നമ്മുടെ ബബിതേച്ചി തന്നെയാണോ ഇതെന്നൊരു സംശയം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോള് ബബിതേനായിട്ട് ഇങ്ങനെ വാരയാണ് കേട്ടോ. ബബിതയ്ക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. കാരണം സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കൃഷ്ണമോളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറല്ലേ. അതിനേക്കാൾ ഇപ്പം നമുക്ക് എല്ലാ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട് നമ്മുടെ ബബിതയുടെ ക്യാരക്ടർ. കാരണം സീരിയസ് റോള് ചെയ്തപ്പോഴാണെങ്കിൽ അതങ്ങനെ, പക്ഷേ ഈ ഇങ്ങനെ പാവം ഒരു റോള് ചെയ്യുന്ന സമയത്ത് ബബിതയുടെ ആ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും, കാരണം വെച്ചാൽ ബബിതയുടെ ആ ഒരു കാണിക്കലും അതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബബിത ഒരു കുസൃതിത്തരമുള്ള ഒരു കാണിക്കലൊക്കെയാണ്. കാരണം അലീന ഇതൊക്കെ ജനലിൻ്റെ അവിടെ
അവിടെ നിന്ന് ഇങ്ങനെ നോക്കണം കേട്ടോ ബബിത സംസാരിക്കുന്നതും. കൃഷ്ണമോളുടെ അടുത്ത് പറയുന്നുണ്ട്, അതെ നീ അടുക്കളയിലോട്ട് പോയേ, അവിടെ കുറേ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക, അതൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ എല്ലാം വേണ്ടതൊക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്ത് വെച്ച് ആ പണിയൊക്കെ നീ അങ്ങോട്ട് ചെയ്തേന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഓർഡറൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞ് ഞാൻ അങ്ങ് പോയേക്കാവേ, നീ എൻ്റെ മെക്കിട്ട് കയറണ്ട ബബിത മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ പോവാണ് കേട്ടോ. എന്നിട്ട് അവിടെ നീ ചെന്നിട്ട് പറയും, ആ ഇത് ഉറപ്പല്ലേ അലീന ചേച്ചിക്ക് പഠിക്കുകയാണ്, നീ പൊക്കോ, എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കേണ്ടെന്നും പറഞ്ഞിട്ട് ബബിത കൃഷ്ണമോളെ ഓടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബബിത ചിരിക്കുകയാണ് കേട്ടോ. ബബിതയ്ക്ക് അറിയാം സത്യം പറഞ്ഞാൽ ബബിത നമ്മുടെ അലീനെ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യണത് അതുപോലെ തന്നെ പോവാണ്. കാരണം നല്ലൊരു പെൺകുട്ടി, നല്ലൊരു കുട്ടിയാണ് എന്നൊരു പേര് കിട്ടണമെങ്കിൽ ആ ഒരു രീതിയിൽ, കാരണം അലീനെക്കുറിച്ച് ആരും എന്ത് പറഞ്ഞാലും ഇപ്പം അച്ഛനൊക്കെ ആണെങ്കിലും ബാലചന്ദ്രനാണെങ്കിലും എല്ലാവരും നല്ല അഭിപ്രായമല്ലേ, ആ ഒരു അഭിപ്രായം സത്യം പറഞ്ഞാൽ കിട്ടണം. ആ ഒരു പേര് അത് നല്ല മനസ്സോടുകൂടി തന്നെയാണ് കേട്ടോ ബബിത ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം. അങ്ങനെ ബബിത ചെല്ലുന്നുണ്ട്. എന്നിട്ട് അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും എന്തോ കറിയൊക്കെയാണ് കേട്ടോ. എല്ലാം സത്യം പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കി എല്ലാം അടിപൊളിയായിട്ടൊക്കെയാണ് റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്നത് ഏട്ടാ. എല്ലാം എടുത്ത് വെച്ചിട്ട് ഓരോരുത്തരായിട്ട് വിളിക്കണം, രോഹിയേട്ടാ, കൃഷ്ണമോളെ, അച്ഛ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പതുക്കെ ഈ വിളിയൊക്കെ കേട്ട് ഇറങ്ങി വരണം. അതെ എത്ര നേരം നിങ്ങളെയൊക്കെ ഞാൻ വിളിക്കണോ, രോഹിയേട്ടനെ എത്ര നേരമായി വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അലീനെ കാണിക്കുന്ന അതേപോലെ തന്നെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോൾ പറഞ്ഞ് ഇവിടെ ഒരാൾ അലീന ചേച്ചിക്ക് പഠിക്കുകയാണോ എന്നൊരു സംശയം ഇങ്ങനെ കൃഷ്ണമോൾ പറഞ്ഞു കേട്ടോ. ദേ കൃഷ്ണൻ, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ, ഞാൻ എന്തിനാ അലീന ചേച്ചിയെ പോലെ പഠിക്കണത്, അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ വീടൊക്കെ വൃത്തിയാക്കി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി തരണം, നല്ല കാര്യമില്ലേ. അയ്യോ കുറ്റം പറഞ്ഞതല്ല, നല്ലതാണെന്ന് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് ബബിതയുടെ കവിളത്തൊരു പിച്ച് കൊടുത്തിട്ട് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബബിത ഇങ്ങനെ ബിംഗ്ലയായിട്ട് നിൽക്കണം കേട്ടോ. അല്ല ഇത് എന്നല്ലേ അലീന അവിടെ ചെയ്തത്, അതെന്തായിരിക്കും രണ്ടുപേരും ഒരുപോലെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്. ആ സമയമാണ് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കും, അല്ല ഇവിടെ എന്താണ്, കുറേ നേരമായില്ല കലവില് എന്താണ് ഇവിടെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ആ സമയം ബബിത പറയുന്നുണ്ട്, അതെ അച്ഛാ എത്ര നേരം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വിളിക്കണു, അച്ഛന് സമയത്ത് ടാബ്ലറ്റൊക്കെ എടുക്കാനുള്ളതല്ലേ, പിന്നെ എന്താ ഈ വൈകണേന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കൂ, അയ്യോ മേഡം സോറി, മേഡം ഇത്രയും എൻ്റെ കാര്യത്തിൽ ഇത്രയും ഒരു ഇതായോ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അടുത്ത ആളെ കളിയാക്കില്ല. ബബിതയ്ക്ക് എല്ലാം കൂടെ സത്യം പറഞ്ഞ ഒരു തമാശ രീതിയാണ്, ശരിക്കും സന്തോഷവും ഇവരെ കളിയാക്കലിനൊരു മറുപടി കൊടുക്കലും ആകെ ഒരു എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ കേട്ടോ. ഇതേ സമയം നമ്മുടെ അലീനയ്ക്ക് കൊടുക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ബബിത കൊടുക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ വീടൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എല്ലാത്തിനും ഒപ്പം നമ്മുടെ കൃഷ്ണമോളും കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു കളിയാക്കലുണ്ട്, അതെ ഇത് വായിൽ വെക്കാൻ എങ്ങാനും കൊള്ളാവോ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ രോഹിത്ത് ഒരു കമൻറ്റ് അടിച്ചു, ദേ ഇത് നല്ല അടിപൊളി റെസിപ്പി കേട്ടോ, ഞാൻ യൂട്യൂബ് നോക്കിയൊക്കെ പഠിച്ച് നല്ല കിടുവായിട്ട് ഉണ്ടാക്കിയത്. ഇവിടെ അലീന ചേച്ചിക്ക് മാത്രമല്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്നത്, എനിക്കും അറിയാം, നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. അങ്ങനെ എല്ലാവരും കഴിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സിറ്റുവേഷനും ഈ ഒരു തമാശയും ഇതൊക്കെ നമ്മുടെ വൈജമേട അകത്തിരുന്ന് കാണുകയാണ്. വൈജമേടത്തിൻ്റെ BP കൂടി ഹൈ റേഞ്ചിലെത്തും. കാരണം സഹിക്കാൻ പറ്റുന്നില്ല, ഒരു വീട്ടിൽ ഒരു അച്ഛൻ, മക്കൾ 3 എണ്ണം, വേലക്കാരി, അവളാണ് ഇവിടുത്തെ താരം, ഇവിടുത്തെ യുവറാണി എന്ന മട്ടിൽ, ആരും നമ്മുടെ അലീന. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ പിച്ചും പേയും പോലെ പറഞ്ഞ് ഇങ്ങനെ വൈജയന്തി മുറുന്ന് റൂമിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കൊണ്ട് BP നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ BP നോക്കണം മിഷ്യൻ പൊട്ടിത്തെറിക്കുക. ആ രീതിയിൽ നമ്മുടെ വൈജയന്തിക്ക് ദേഷ്യവും ഒക്കെ ടെൻഷനും ഒക്കെ കയറി വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈജയന്തിയുടെ ഈ മുറുമുറുപ്പും കാര്യങ്ങളുമായിട്ട് വൈജയന്തി റൂമിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ നേരെ അലീനയുടെ അടുത്ത് ചെല്ലണം, മോളെ നിനക്കിപ്പോൾ ഓക്കെ ആയോടി മോളെ. അപ്പോൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാൻ ഓക്കെ ആയി വരണുണ്ട്. അതെ ദേ നോക്ക്, നിൻ്റെ ചായ കുടിച്ചിട്ട് എത്ര ദിവസമായെന്ന് അറിയോടി മോളെ, നിനക്ക് കിട്ടണം അതേ കട്ടൻ കാപ്പി എനിക്കും കിട്ടണത്, നീ ഒന്ന് എപ്പോഴാണ് മോളെ എണീറ്റൊന്ന് വരണത്, നിൻ്റെ ചായ കുടിക്കാൻ എനിക്ക് കൊതിയാവാന്ന് പറഞ്ഞു. ആ എൻ്റെ വിലയൊക്കെ ഒന്ന് അറിയണം, അതെ മക്കളുണ്ടാക്കി തന്ന ആഹാരവും കൂടെ ഒന്ന് കഴിക്കണം, ബബിതയും കൃഷ്ണമോളും ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റും കൂടെ ആ നാവിലൊന്ന് അറിയട്ടെ എന്ന്. എൻ്റെ ടേസ്റ്റും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് മാത്രം അങ്ങനെ അറിഞ്ഞ് രുചിച്ചൊന്നും കഴിച്ചാൽ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ബാലചന്ദ്രനെ കളിയാക്കേണ്ട കേട്ടോ. ഓ ശരി മേഡം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങനെ അവർ ആ ഒരു എന്താണ് ആ ഒരു സന്തോഷമൊക്കെ അങ്ങനെ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, അല്ലച്ചാ നമ്മുടെ മേഡത്തിൻ്റെ അവസ്ഥ എന്താണ്, ഫുഡും കാര്യങ്ങളൊക്കെ. ആ മേഡത്തിൻ്റെ അവസ്ഥ എന്താ, ഇപ്പം പിന്നെ മറ്റുള്ളവരുടെ ആരുടെ ഹെൽപ്പൊന്നും
ഒന്നും ആവശ്യമില്ലല്ലോ, എഴുന്നേറ്റൊക്കെ വെച്ചിട്ട് നടക്കാറും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ അവളുടെ കാര്യം തിരക്കേണ്ട കാര്യം എനിക്കുണ്ടോടി മോളെ, എൻ്റെ കാര്യം അവളിട്ട് തിരക്കുന്നതുമില്ല, അവളുടെ കാര്യം ഇട്ട് തിരക്കാനായിട്ട് ഞാൻ പോണതുമില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ അലീനയുടെ മുഖം അങ്ങ് മാറിയിട്ട് എന്നിട്ട് അലീന പറയും, അച്ഛാ എന്നും ഇങ്ങനെ അകന്ന് കഴിഞ്ഞാൽ മതിയോ അച്ഛാ? എത്രയായാലും അച്ഛൻ്റെ ഭാര്യയല്ലേ അമ്മ, രണ്ടുപേരും രണ്ട് ദിക്കിൽ ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മതിയോ അച്ഛാ എന്ന് ചോദിക്കും. ഒരുമിച്ചൊരു ജീവിതം വേണ്ടേ അച്ഛാ എന്നിങ്ങനെ നമ്മുടെ അലീന ബാലചന്ദ്രനോട് സീരിയസ് ആയിട്ട് എന്നെ ചോദിക്കാൻ കേട്ടോ. ആ സമയം നമ്മുടെ ബാലചന്ദ്രൻ പറയും, എൻ്റെ മോളെ അങ്ങനെ ഒരു അവസ്ഥ വരണം എന്നുണ്ടെങ്കിൽ അതായത് 22 വർഷങ്ങൾക്ക് മുന്നേ വൈജയന്തി ചെയ്ത തെറ്റ് എന്നോട് ഏറ്റു പറയണം. ഞാൻ ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ തെറ്റ് അറിഞ്ഞ് അവളുടെ മകളാണ് അലീന എന്ന സത്യവും വൈജയന്തി മനസ്സിലാക്കി അതെന്നോട് വന്ന് പറയണം. അല്ലാണ്ട് ഞാൻ അവളോട് പറയല്ലല്ലോ വേണ്ടത്. ആ തെറ്റുകുറ്റങ്ങളെല്ലാം മനസ്സിലാക്കി അതായത് അത്രയും നാണക്കെട്ട് അവളെ ജീവിതത്തിൽ അവൾ ചെയ്ത ആ അത്രയും വലിയൊരു നാണക്കേട് അറിഞ്ഞ് അവസാനം അവൾ എൻ്റെ അടുത്ത് വന്ന ആ ഒരു തെറ്റ് എൻ്റെ അടുത്ത് ഏറ്റു പറയണം. ഇപ്പോഴും ഞാനൊന്നും അറിയാത്തൊരു വ്യക്തിയാണ്, ആയിക്കോട്ടെ അങ്ങനെ ഒരവസ്ഥ വരട്ടെ, അന്നേരം നമുക്ക് ആലോചിക്കാം എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു കാര്യത്തിൽ മാത്രം, ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നെടുമ്പുരയ്ക്ക് വീട്ടിൽ അച്ഛനും മക്കളും അലീനയും സഹോദരങ്ങളും ഒക്കെ നല്ല സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോവാണ് കേട്ടോ. കാരണം ബബിതയുടെ ക്യാരക്ടറൊക്കെ നല്ല ഒരു കുട്ടി, നല്ലൊരു പെൺകുട്ടിക്ക് വേണ്ട എല്ലാ സവിശേഷതകളും നമ്മുടെ ബബിതയ്ക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രോഹിയെ എടുക്കുകയാണെങ്കിലും മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, സ്വന്തം സഹോദരിമാരെ എങ്ങനെ സ്നേഹിക്കണം, എല്ലാ കാര്യത്തിലും രോഹിയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ അലീനയുടെ ഒരൊറ്റ കഴിവുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം വൈജയന്തിയുടെ ഒരു കേസ് ഒഴികെ വൈജയന്തി മേഡത്തിനെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വെട്ടിയിട്ടാലും ഒട്ടി അങ്ങനത്തെ ഒരു ബോഡിയാണ്. ചത്ത് കിടന്നാലും രണ്ട് മുറിയായിട്ട് ഇട്ടിരുന്നാലും ആ ശരീരം ഒട്ടിപ്പിടിക്കും. അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മുടെ വൈജയന്തിയുടേത്. കാരണം പോയ കോടാലി എന്ന് പറയും പോലെ. അപ്പോൾ ആ അവസ്ഥയും കാര്യങ്ങളും വൈജയന്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു ഇത് ഇനി സാക്ഷാൽ ദൈവം താഴെ വന്നിറങ്ങി പറഞ്ഞിരുന്നാലും മാറാൻ പോണില്ല. പക്ഷേ മക്കളുടെ കാര്യത്തിലും ബാലചന്ദ്രന് വലിയൊരു സമാധാനമുണ്ട് അല്ലേ. ആ ഒരു കുടുംബം അവിടെ നിന്ന് ഇവിടെ നിന്നാണെങ്കിലും തൂത്തു പിറക്കിയെടുത്ത് അലീന ഒരു അമ്മക്കിളി കൂട്ടിലെന്ന പോലെ ആ മക്കളെ സ്വന്തം സഹോദരങ്ങളെയൊക്കെ കൂട്ടിയെടുത്ത് എല്ലാം നല്ല രീതിയിൽ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ അലീനയ്ക്ക് പനിയാണെന്ന് നമ്മുടെ ശരണ്യെ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ശരണ്യയ്ക്ക് ഒരു സങ്കടം, അലീന ചേച്ചീനെ ഒന്ന് പോയി കാണണം, തന്നെ ഈ അവസ്ഥയിലാക്കി ഒരു പുതിയ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റിയ ആളാണ് അലീന ചേച്ചി. അപ്പോൾ അലീന ചേച്ചിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ വരെ പോകണ്ടേ. അങ്ങനെ ശരണ്യ അമ്മയോട് പറയണം, അമ്മേ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറയണം, അലീന ചേച്ചിയെ കാണണം അമ്മ, എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ശരണ്യ വാശി പിടിക്കുകയാണ് കേട്ടോ. ആ സമയം നമ്മുടെ ശരണ്യയുടെ അമ്മ പറയും, മോളെ അച്ഛൻ അറിഞ്ഞാൽ സമ്മതിക്കില്ല, അമ്മ അച്ഛൻ്റെ അടുത്ത് പറയണ്ടമ്മേ, നമുക്ക് എങ്ങനെയെങ്കിലും പോവാം, എനിക്ക് അലീന ചേച്ചിയെ കാണണം, പാവമല്ലേ അലീന ചേച്ചി, നമുക്ക് പോവാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആ അലീനയെ കാണാനായിട്ട് ശരണ്യയുടെ അമ്മയൊക്കെ വരുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം നാളെ വരുന്ന പ്രൊമോ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കമല വൈജയെ വിളിച്ചിട്ട് പക്ഷേ ആ ഒരു ഇത് നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡിലൊന്നും വന്നിട്ടില്ല. മിക്കവാറും നാളെയോ മറ്റൊന്നൊക്കെ ആയിട്ട് മാറിയും തിരിഞ്ഞൊക്കെ ചില സീനുകളൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. അത് എപ്പിസോഡിൻ്റെ ഒരു രീതി അനുസരിച്ച് ആയിരിക്കും. അപ്പോൾ അതിൽ കമല വൈജയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അലീനയെ നീ എങ്ങനെയെങ്കിലും പുറത്താക്കണം, ഈ മനു അവളെയും കൊണ്ട് വരും, എൻ്റെ മരുമകളായിട്ട് ഞാൻ അംഗീകരിക്കേണ്ടി വരുമോ എനിക്കറിയില്ല വൈജയെ എന്നൊക്കെ പറഞ്ഞിട്ട് കമലയും കിടന്ന് കുറേ ടെൻഷൻ അടിക്കണം കേട്ടോ അലീനയുടെ കാര്യത്തിൽ. കാരണം എവിടെയോ ഒരുത്തിക്കുണ്ടായ ഒരു മകളല്ലേ അലീന, അവളെയൊക്കെ എങ്ങനെയാണ് വേലക്കാരിയായി കിടക്കണം, അവളെ എൻ്റെ കുടുംബത്ത് കയറ്റുന്ന എങ്ങനെ എന്നൊക്കെയുള്ള ഒരു ടെൻഷനിൽ വൈജയെ വിളിച്ച് ഓരോന്ന് പറഞ്ഞ് എരിയിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കമലയ്ക്ക് ഒരു സമാധാനവും സ്വസ്ഥതയില്ല. ഒരു വശത്ത് മോൻ ജയിലിൽ, മറുവശത്ത് ഉള്ളൊരു മോനെ വേറൊരു പെണ്ണിനെയും കൊണ്ട് വരുമെന്ന് പറഞ്ഞു, എവിടെയോ കിടക്കണം ഒരു വേലക്കാരിയും കൊണ്ട് വരുമെന്നുള്ള ഭീഷണി. ഇതൊക്കെ കേട്ടിട്ട് കമലയ്ക്കും ആകെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഏകദേശം വരുന്ന സീനും കാര്യങ്ങളും ഇത്രയൊക്കെയാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മുടെ
നമ്മുടെ ഹൈപ്പിൻ്റെ പോയിൻറ്റും കൂടെ കൂട്ടാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ പുതുതായിട്ട് വരുന്നവർ സബ് ചെയ്യാനും മറക്കണ്ട. സബ് ചെയ്ത് ആ ഓൾ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഇടുന്ന സീരിയലിൻ്റെ പ്രൊമോയൊക്കെ പുതുതായിട്ട് വരുന്നവർക്ക് കിട്ടണ്ടേ. അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് സബ് ചെയ്ത് ഓൾ ബട്ടണും കൂടെ കൊടുത്തു വെക്കുക. പിന്നെ നമ്മൾ ഇന്ന് മുതൽ ഈ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിൽ നമ്മുടെ സാന്ത്വനം 2ൻ്റെ ഞാൻ വൈകിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും നാളത്തെ ഇതുപോലെ തന്നെ, ഇപ്പം മഴതോറും മുമ്പേ നാളത്തെ അല്ലേ കാണിക്കുന്നത്, ഇന്ന് ഞാൻ പറയുന്നത് അതുപോലെ സാന്ത്വനത്തിൻ്റെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡ് ഞാൻ തലേ ദിവസം ഒരു 3 മണി 4 മണിയോട് കൂടെ തന്നെ ഞാൻ ഇടാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ആ ഒരു സീരിയലിനും എല്ലാ സീരിയലിനും എല്ലാ ചാനലിനും നമ്മുടെ മൻസിലിനും ഒക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മഴതോറും മുമ്പേ സീരിയൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ഗുഡ് നൈറ്റ്.